ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് ചെറിയൊരു പ്രൊഡക്റ്റ് ഷൂട്ട് ഉണ്ട്. സോ അവിടെ പോവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നീക്കാൻ വേണ്ടിയിട്ട് ആകെ ലേറ്റ് ആയിട്ടാണ് പരിപാടി. പക്ഷെ ബൈപ്പാസിൽ എത്തിയപ്പോഴാണ് നമ്മളെ വീഡിയോഗ്രാഫർ പറയുന്നത് ഓ വരുന്നുള്ളൂ. വീഡിയോഗ്രാഫർ വേറെ ആരല്ലോ കേട്ടോ, ദിൽഷാദാണ്. ഫോണിന്റെ അടിയിൽ ഫുഡ് അങ്ങാടി എത്തിക്കാണ് നാഫിനെ കണ്ടത്. നാഫിന്റെ പഴയ കൊളീഗാണ്. ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുക്ക എറണാകുളത്ത് വലിയ എന്തോ സെറ്റപ്പിലാണ്. അങ്ങനെ ഓനേറ്റ് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ മോഡൽ എത്തി അറിഞ്ഞു വിളിച്ചു. പിന്നെ ഞാൻ അവിടെ പോയി അപ്പോഴേക്കും ദിൽഷാദ് എത്തി ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേട്ടോ ഫിദ. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഡോക്ടർ ആവാനുള്ളതാണ്. അങ്ങനെ ഏകദേശം ഒരാഴ്ചകളുടെ കോണ്ടന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ആയിഷ ജംഗ്ഷനിൽ സിഗ്നൽ വരുന്നതിന്റെ മുമ്പ് നമ്മള് ഫ്രണ്ട് പോയി നിന്ന് പോലീസുകാർ ഫസ്റ്റ് എന്നെ കയറ്റി വിട്ടിരുന്നു. ഇപ്പൊ ട്രാഫിക് ലൈറ്റ് വന്നതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഒരുപോലെ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ജൂബിലിയിലുള്ള ഫൈസീക്കാണ്. എപ്പോഴും മന്തിനെ കഴിച്ചിട്ട് ഇപ്പൊ വെറൈറ്റി എവിടെയൊക്കെ ഉള്ളത് അത് നോക്കിയിട്ട് ഞങ്ങൾ പോകും. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വരാൻ വേറൊരു കാരണം കൂടെ, ഫൈസിയിൽ കയറാൻ ചെറിയൊരു സ്റ്റെപ്പ് ഉള്ളതെന്നുണ്ടെങ്കിലും ഇവരിവിടെ റാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലും ഫുൾ ആക്സസിബിൾ ആണ്. ഇവിടെ പിന്നെ റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അത് ബിരിയാണി ആണെങ്കിലും തേങ്ങാച്ചോറാണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും. പിന്നെ സ്പെഷ്യൽ എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കിയാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞേക്ക് പുറത്ത് നല്ല മഴ ആയതുകൊണ്ടും ഇവിടുന്ന് നീച്ചിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടും അവിടെ തന്നെ കണ്ടു. പക്ഷെ ദിൽഷാദിന്റെ ഫേസിൽ കാണുന്ന ഈ ടെൻഷൻ കൈ ഉണങ്ങി കഴിഞ്ഞാൽ എനിക്ക് പെണ്ണിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റേ ഫിദക്ക് മലബാറിൽ എന്തോ ക്ലാസ് ഉണ്ട് ഇത്രേ, ഗേൾസ് ഓൺലി ആണ്. പക്ഷെ ദിൽഷാ ഉണ്ട് ഇത്രേ വീഡിയോ എടുത്തെടുക്കാൻ അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു ഇന്നത്തെ വ്ളോഗ്. ഭയങ്കര മഴയാണ് പുറത്ത്. മഴ തോർന്നിപ്പോ. ഇപ്പൊ തോർന്നല്ലേ? ഇപ്പൊ തോർന്നു. ഇനി പോയാലോ? അങ്ങനെ മഴ തോർന്നേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഓക്കെ.